എല്ലാവർക്കും പെർഫ്യൂമർ ആവാം, എല്ലാവർക്കും ആർട്ടിസ്റ്റ് ആവാം. പക്ഷേ എല്ലാത്തിനും പ്രണയിക്കുക. ചെയ്യുന്ന പ്രവൃത്തിനോട് പ്രണയങ്ങളുണ്ടെങ്കിൽ മോഡലിംഗ് വേണം. നിങ്ങൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ പ്രണയിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞാൽ there is will be one day you will be. ഹലോ, വെൽക്കം ബാക്ക് ടു ഡീറ്റെയിലിൽ നമ്മളോടൊപ്പം തുടരുന്നു നമ്മുടെ ഗന്ധങ്ങളുടെ രാജാവ്. അദ്ദേഹം ഗന്ധങ്ങളുടെ രാജാവ് എന്നതിലുപരി ഒരു മോഡലാണ്, അത്ലീറ്റാണ്. ശ്രീ യൂസഫ് മാടപ്പൻ എന്ന നമ്മുടെ സ്വന്തം യൂസഫ് ഭായ് തിരികെ സ്വാഗതം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗന്ധങ്ങൾ എങ്ങനെയാണ് യൂസഫ് ഭായിയെ സ്വാധീനിച്ചത്, കുട്ടിക്കാലത്ത് എങ്ങനെയാണ് സ്വാധീനിച്ചത്, അത് എങ്ങനെയാണ് യൂസഫ് ഭായി ഇത്തരം ഒരു ദിവസം 200-ൽ പരം മണങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഒരു കവി ചെയ്യുന്നത് പുതിയ വാക്കുകളിലൂടെ സൃഷ്ടിക്കുന്നു. യൂസഫ് ഭായ് അതിലുപരിയായി മണങ്ങൾ സൃഷ്ടിക്കുന്നു. എങ്ങനെയാണ് യൂസഫ് ഭായ് 200-ൽ പരം ഗന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു ദിവസം? അത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു വസ്തുവിനോട് നമുക്ക് നല്ല ഇഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവട്ടെ, ഞാനിപ്പോൾ അതിനെ ആർട്ടിസ്റ്റിൽ കൊണ്ടുവരും. ചിത്രം വരക്കുന്നവനക്ക് അവനക്ക് ആ ആർട്സിൽ തന്നെ എത്ര ചിത്രങ്ങൾ അവനക്ക് ഒരു ദിവസം ഉണ്ടാക്കാം. ഒരുപാട് ചിത്രങ്ങൾ പല രൂപത്തിൽ വരച്ചുണ്ടാക്കാം. നമുക്കൊരു ധാരണ, അവൻ്റെ കയ്യിൽ ആ കലയുണ്ടാവണം. ആ ബേസിക്കായിട്ട് അവനക്ക് അതിൻ്റെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ അതിനെ ഒരു നമ്പറിൻ്റെ കൂടെ ഒരു നമ്പർ ചേർന്ന് കഴിഞ്ഞാൽ മറ്റൊരു മണമാവും. അതായത് ഒരു ബർഗമോട്ട് എന്നുള്ള മണമോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൈനാപ്പിൾ എന്നുള്ള മണമോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജിഞ്ചർ എന്നുള്ള മണം ചേർന്നാൽ മൂന്നാമതൊരു മണമായി. ഈ ജിഞ്ചറിൻ്റെ കൂടെ വേറെ എക്സ്ട്രാ മണം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു എക്സാമ്പിൾ ഓറഞ്ച് എക്സ്ട്രാ മണമായി. അതേപോലെ മണങ്ങൾ നമുക്ക് ലോകത്ത് എന്തൊക്കെ ഫുഡുണ്ട്, എന്തൊക്കെ വസ്തുക്കളുണ്ട്, ഇതൊക്കെ മണങ്ങളാണ്. നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ ഈസിയാണ്. എൻ്റെ അഭിപ്രായമാണ്, ലോകത്തിൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളുടെ പോലെ തന്നെ എത്ര തരം ഭക്ഷണങ്ങൾ ലോകത്ത് ആൾക്കാരുണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു പക്ഷേ ചിലർ സക്സസ് ആവാത്തതെന്നറിയോ? എന്നും നമ്മൾ ഒരേ റൂട്ടിൽ ഭക്ഷണമാവട്ടെ അതേ റൂട്ടിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ന് ന്യൂ ജനറേഷനും ന്യൂ സക്സസ് ഉണ്ടാവുന്നറിയോ? അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ എക്സ്ട്രാ അവൻ്റെ ഒരു ടച്ച്. ഇപ്പോൾ ഒരു ചായ ഉണ്ടാക്കുമ്പോൾ ആ ചായയിൽ എക്സ്ട്രാ ഒന്നുമില്ല അവൻ്റെ വക എക്സ്ട്രാ ഒരു നമ്മളെ ഏലക്കായ്, കറുകാമ്പൂ അല്ലെങ്കിൽ എക്സ്ട്രാ മസാല എടുത്തിട്ട് അവൻ്റെ ബ്രാൻഡ് ഉണ്ടാക്കുമ്പോൾ എക്സ്ട്രാ വന്നു. അതേപോലെയാണ് നിങ്ങൾ ഫുഡ്, ഒരു ഗാർലിക് ചിക്കൻ, ജിഞ്ചർ, ആ ഒരേ എക്സ്ട്രാ നമ്മളിങ്ങനെ ക്രിയേറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എപ്പോഴും അതാണ് സക്സസ് എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ഒതുങ്ങരുത്. കൂടുതലും പരീക്ഷണങ്ങൾ ഉണ്ടാവും തോറും റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഫോട്ടോഗ്രാഫർ ആവട്ടെ, നിങ്ങൾ ഇപ്പോൾ നമ്മളൊരു ആർജെ പുതിയ ചോദ്യങ്ങൾ തേടി നടക്കുക. ഞാൻ മറ്റുള്ളവരിൽ എനിക്ക് വേറെ സ്റ്റൈൽ ഉണ്ടാവണം. നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, നെക്സ്റ്റ് എന്ത് ചെയ്യാം. ആ നെക്സ്റ്റ് എന്നുള്ളത് എപ്പോഴും നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിലും റിസൾട്ട് ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ ഞാനെന്നും ഇത്രയധികം പെർഫ്യൂം ഉണ്ടാക്കിയിട്ട് ഞാൻ പെർഫ്യൂമർ ആണെന്ന് ഞാൻ വാചടിക്കില്ല. ശാലിനി പറയുന്നൊരു മണത്തെ ഇത് ഇന്ന മണമാണെന്ന് ഞാൻ ഒരു പക്ഷേ ആ മണത്തിന് ഏറ്റവും കൂടുതൽ ബന്ധം നിനക്കായിരിക്കാം. നീ പറയും ഞാൻ കഴിക്കുന്ന ചുയിങ്കമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നല്ലൊരു കേൾവിക്കാരനായിട്ട് കേൾക്കണം. അതാണ് അതിന് ശരിക്കും വേണ്ടത്. നിങ്ങൾ നല്ലൊരു കേൾവിക്കാരനായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തും പഠിക്കാൻ പറ്റൂ. അതാണ് നിങ്ങളുടെ ഏറ്റവും നല്ല നോളജ്. ഒരുപക്ഷെ നിങ്ങളെക്കാൾ പഠിത്തത്തിൽ, പക്ഷേ അവർക്ക് നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ് എന്നുള്ള നോളജ് ഉണ്ടാവും. ആ മണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ശാലിനി എന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഏത് വ്യക്തിയാവട്ടെ, അയാൾ ഉപയോഗിക്കുന്ന മണങ്ങൾ അയാൾക്കറിയാം. ഇതിൽ ഈ നോട്ട്സ് എനിക്കെന്ന് കിട്ടുന്ന കാരണമാണ്. അപ്പോൾ നമ്മൾ ആ മണത്തെ ശരിയാണല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും മണങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ശ്രവിക്കും. എന്നിട്ടത് ബ്ലെൻഡ് ചെയ്ത് വെക്കും. അതല്ല ഞാനാണ് പെർഫ്യൂമർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളോടത്ത് ഒരിക്കലും. നമ്മളെപ്പോഴും ആ അറിവിനെ നേടാൻ പഠിക്കുക. അപ്പോഴും നിങ്ങളുടെ അറിവിലും വന്നുകൊണ്ടിരിക്കുള്ളൂ. എങ്ങനെയാണ് യൂസുഫ് ഭായി ഈ പരീക്ഷണം തുടങ്ങിയത്? ശരിക്കും ഓർമ്മയുണ്ടോ ആദ്യമായിട്ടൊക്കെ ചെയ്തു തുടങ്ങിയ കാലം?
എന്നെ എൻ്റെ മരിച്ചുപോയ ജ്യേഷ്ഠനാണ് പെർഫ്യൂമിൻ്റെ ഫീൽഡിൽ കൊണ്ടുവന്നത്. അബ്ദുൽ അസീസ് അള്ളാഹു റഹ്മ, പഠിച്ചോൻ അവർക്ക് സ്വർഗത്ത് കൊടുക്കട്ടെ എന്ന് ദുആയാണ്. ഞാൻ ഫോട്ടോഗ്രാഫറായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഖത്തറിൽ നിന്ന് ഞാൻ ഫോട്ടോഗ്രാഫറിൽ നിന്ന് ഇതിലേക്ക് കളേഴ്സ് ബ്ലെൻഡ് ചെയ്യലാണ്. അന്ന് കളേഴ്സ് ബ്ലെൻഡ് ചെയ്യാനാണ്. പക്ഷെ നമ്മൾ എന്തൊക്കെ ബ്ലെൻഡ് ചെയ്യുമ്പോഴും എന്തൊക്കെ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോഴും ഇമാജിൻ ചെയ്യണം. ആ ഒരു നമ്മളൊരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഏത് ലൈറ്റിലാണ്, ലൈറ്റിൻ ഷെയ്ഡ് ഫോട്ടോ ആണോ, അല്ലെന്നുണ്ടെങ്കിൽ ആ അയാളുടെ സാഡ് മൂഡാണോ, അയാൾ പ്ലസൻറ്റ് മൂഡാണോ നമ്മൾ എടുക്കാൻ പോകുന്നുള്ള ഫോട്ടോഗ്രാഫ് മൈൻഡ് ഉണ്ടാവണം. അല്ലൊരു മോഡലിംഗ് ആണോ, അതിനനുസരിച്ച് നമ്മൾ ലൈറ്റോ നമ്മളുടെ ക്യാമറകളോ നമ്മളുടെ അതിൻ്റെ ഫിൽറ്റർ ലെൻസ് കട്ട് ചെയ്യുന്നത് മാതിരി ഈ പെർഫ്യൂം ഫീൽഡിലും അതേമാതിരി ഉണ്ട്. അയാൾക്ക് എന്താണ്, റൊമാൻറ്റിക് മൂഡാണോ, അട്രാക്റ്റീവ് മൂഡാണോ, വുഡി നോട്ടാണോ, ഊതിൻ്റെ മൂഡാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെയുള്ള ഒരു ഫോട്ടോ ഒരു ഇതിന് പെർഫ്യൂമറിന് വേണ്ടി. പക്ഷേ എന്നെ ജ്യേഷ്ഠൻ ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ എന്നെ ജോലിക്ക് നിർത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ ഫോട്ടോഗ്രാഫിൽ നിന്ന് ഖത്തറിൽ നിന്ന് വന്നിട്ട് ഇവിടെ സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്തു, ഗോൾഡ് സൂക്കിലെ സ്റ്റുഡിയോയിൽ. ആ സ്റ്റുഡിയോയിൽ അന്ന് ചെയ്യുന്നത് നമ്മൾ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഗൾഫിലെ ഫോട്ടോഗ്രാഫ്, ഇപ്പോഴത്തെ അല്ല. അന്നത്തെ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് സൈസ് ID കാർഡ്, പാസ്പോർട്ട് ID കാർഡ്, ഇതന്നെ ഉള്ളൂ. വേറെ ഫോട്ടോഗ്രാഫ് കാണുന്നില്ല. അന്നൊക്കെ എന്നിട്ടും ഞാൻ ചെയ്തിരുന്നത് വീട്ടിൽ നിന്ന് അയക്കുന്ന ഭാര്യയുടെ ഫോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളുടെയും ഭാര്യയുടെയും ഫോട്ടോ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യും. ഇന്ന് ഫിൽറ്ററുകളും അതിനുള്ള ആപ്പുകളൊക്കെ ഉണ്ട്. അന്ന് ഞങ്ങൾ ഫോട്ടോ അയാളുടെ കൈ പിടിച്ചിട്ടോ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോകൾ, എന്തെങ്കിലും ഇങ്ങനെ കൈ വെക്കുന്ന ഫോട്ടോ അവരതിൻ്റെ ഉള്ളിൽ ജോയിൻ ചെയ്യുന്നു. അപ്പം അത് ആ ഒരു ഫീൽഡായിട്ട് ബന്ധമുള്ള കാരണം എന്നെ അസീസ്ക പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഒരു ഫാക്ടറിയിൽ ജോലിയുണ്ട് പെർഫ്യൂമിനെ. കാരണം അസീസ്കാക്ക് അൽഹംദുലില്ലാ ദൈവം സഹായിച്ചിട്ട് ഒരു പക്ഷേ എന്നേക്കാൾ നോളജ് മൂപ്പര് ഈ ഫീൽഡിലായിരുന്നെങ്കിൽ മൂപ്പര് അന്ന് പെർഫ്യൂം വിൽക്കലായിരുന്നു. കാരണം അന്നും എൻ്റെ ജ്യേഷ്ഠൻ്റെ കടയിൽ ഗോൾഡ് സൂക്കിൽ ആ കടയുടെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരെ കാണാം, പുറത്ത് ക്യൂ പോലെ. എനിക്ക് എൻ്റെ ജ്യേഷ്ഠനെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ മോർ ദൻ 3 മണിക്കൂറോ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അത്ര തിരക്കായിരിക്കും, കഷ്ടം. കാരണം ഇഷ്ടപ്പെട്ടവരുടെ മണങ്ങൾ, ഇഷ്ടപ്പെട്ട ബ്രാൻഡ് അന്ന് ഉണ്ടാക്കി കൊടുക്കലല്ല, എടുത്തു കൊടുക്കുന്നു ജ്യേഷ്ഠൻ. ആ ജ്യേഷ്ഠനക്ക് ആ നോളജ് ഉണ്ടായിരുന്നു. അങ്ങനെ മൂപ്പര് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഒരു പെർഫ്യൂം ഫാക്ടറിയിൽ ജോലിക്ക്. 5ാമത്തെ സെയിൽസ്മാനായിട്ടാണ് ഞാൻ ആ പെർഫ്യൂം ഫാക്ടറിയിൽ ജോയിൻ ചെയ്തത്. അവരാരും സക്സസ് ആവാതെ, ഒരു പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ്റെ സഹായം കൂടി ഉണ്ടായപ്പോൾ മണങ്ങളുടെ എക്സ്പീരിയൻസും കൂടി ഞാൻ പിന്നെ ഫോട്ടോഗ്രാഫൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ ആ ഫാക്ടറിയിൽ ഞാൻ മണങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളെ ബ്രാൻഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ പെർഫ്യൂമിൻ്റെ ഫീൽഡിലേക്ക്, ബ്ലെൻഡ് ചെയ്യുന്ന പെർഫ്യൂമിൻ്റെ ഫീൽഡിലേക്ക് എത്തിയത്. അതാണ് എൻ്റെ പെർഫ്യൂം ഫീൽഡിലേക്ക് ഉണ്ടായിരുന്ന ഇത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരിലും നോസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതെങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാമെന്നുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിനക്ക് ഞാനൊരു പൈനാപ്പിളോ അല്ലെന്നുണ്ടെങ്കിൽ നിനക്കൊരു സ്ട്രോബെറി തരുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ നമ്മൾ പെർഫ്യൂമിനായിട്ട് ബന്ധപ്പെടാതെ ഞാൻ പറയാം, ഒരു വെള്ളുള്ളി തന്നു കഴിഞ്ഞാൽ ആ വെള്ളുള്ളിയാണെന്നുള്ള കണ്ണിട്ടിട്ട് മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ അതിനാണ് സ്റ്റാർട്ടിങ് ഒരു പെർഫ്യൂമറിൻ്റെ. അത് ഇന്ന മണമാണെന്ന് തിരിച്ചറിയലാണ് ഒരു പെർഫ്യൂമറിന് വേണ്ടത്. യൂസഫ് ഒരു കാര്യം ചോദിച്ചോട്ടെ, 200 മണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ, ഞാനിപ്പോൾ ഒരു സ്പ്രേ കടയിൽ പോയിന്ന് വെച്ചാൽ, യൂസഫ് കട കടയിൽ വന്നെന്ന് വെച്ചാൽ, ഞാൻ 2-3 മണങ്ങൾ അടുപ്പിച്ച് മണക്കുമ്പോൾ എൻ്റെ മൂക്കിൻ്റെ ആ ഒരു സെൻസ് എനിക്ക് പോയ പോലെ തോന്നിയിട്ട് ഒരു കോഫി സ്മെല്ല് ചെയ്താലേ എനിക്ക് പിന്നെ അത് തിരിച്ചു കിട്ടും. യൂസഫ് എങ്ങനെയാണ് ഇത് റീറ്റെയിൻ ചെയ്യുന്നത്? അത് ചോദ്യം പലപ്പോഴും ചോദിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് കോഫി വേണ്ട. കോഫി എന്നെ സംബന്ധിച്ച് ഞാനിതിനൊക്കെ മണങ്ങളായിട്ടാണ് കാണുന്നത്. അതൊരു കോഫി നെക്സ്റ്റ് മണമാണ്. എന്നെ സംബന്ധിച്ച് കോഫി നെക്സ്റ്റ് മണമാണ്. അതിപ്പോൾ ഒരു ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്ന ആളാവട്ടെ, കുക്ക്, മൂപ്പർക്ക് ഇതേമാതിരി ടേസ്റ്റ് ചെയ്യാൻ പറ്റും. പുളിയാണോ, എരിവാണോ, ഇത് എന്താണോ മണം, അതേമാതിരിയാണ് എല്ലാ മണങ്ങളും നമ്മൾ ശരിക്കും എനിക്ക് എൻ്റെ സ്കിന്നിൽ കിട്ടണം മണം. ഞാൻ ഏത് സ്പ്രേ കിട്ടിക്കഴിഞ്ഞാലും എൻ്റെ സ്കിന്നിലാണ്. അത് 30ാമത്തെ പെർഫ്യൂമായാലും ഞാൻ ആ മണത്തെ ഞാൻ അതിൽ നിന്ന് തിരിച്ചെടുക്കും. കാരണം എനിക്ക് എപ്പോഴും, ഞാൻ പറഞ്ഞില്ല, ഞാനൊരിക്കലും എപ്പോഴും കിട്ടുന്ന പെർഫ്യൂം നെക്സ്റ്റ് ചാലഞ്ചാണ്. ചാലഞ്ച് എന്നുള്ള മനസ്സ് ഉള്ളിലുണ്ടാവണം. ആ മണം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു അതിനോടുള്ളൊരു കമ്പം അതുണ്ടാവണോടത്തോളം കാലം പിന്നെ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും, നിങ്ങൾ ആർട്സ് ആവട്ടെ, പാട്ടാവട്ടെ, ഡീപ്പ് ഓഫ് ഹാർട്ടിൽ നിന്ന് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോണ്ടല്ലോ
ദൈവതമ്പുരാൻ നമ്മളിൽ 100% അതിനായിട്ട് അർപ്പിക്കുക. അർപ്പിക്കുക, റിസൾട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും. നിങ്ങളതിനെ അർപ്പിക്കുക, ബഹുമാനിക്കുക, ചെയ്യുന്ന പ്രവൃത്തിനെ ബഹുമാനിക്കുക എന്നുള്ളത്. ഈവൻ ഈ കാണുന്ന മൈക്ക് ജീവനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ജീവനുണ്ട്. ഇതിനെ നിങ്ങൾ എന്ന് ബഹുമാനിക്കാത്തത്തോളം കാലം നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ അതിനെ ദൈവതമ്പുരാൻ നിങ്ങളുടെ വേറൊരു ഭാഷയിലേക്കാണ് ഈ മൈക്ക് നിങ്ങൾ എത്തിക്കുക. നിങ്ങൾ തരുന്ന പെർഫ്യൂമിനെ ഒരു സ്റ്റിക്കാവട്ടെ, ആ പെർഫ്യൂം സ്റ്റിക്കാവട്ടെ. ഞാൻ എൻ്റെ മക്കളോട് പെർഫ്യൂം വർക്ക് ചെയ്യുന്ന പെർഫ്യൂം സ്റ്റിക്കുണ്ട് ഞങ്ങൾക്ക് ഞാൻ മണക്കുന്നത്. ആ സ്റ്റിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഇന്നേ വരെ കൊല്ലങ്ങൾ എത്രയായി പൊട്ടിയിട്ടില്ല എന്നുള്ള. കാരണം അതിനത്രയും റെസ്പെക്റ്റ്. അപ്പോൾ ചോദിക്കും ഇതിനൊക്കെ ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും എക്സാമ്പിളാണ് നമ്മുടെ നാട്ടിൽ ആശേരി ആവട്ടെ കരുവാനാവട്ടെ, അവരാദ്യമായിട്ട് കാലത്ത് വരുമ്പോൾ അതിനെ തൊട്ട് ബഹുമാനിച്ചിട്ട് തുടങ്ങും. അവിടുന്ന് തുടങ്ങും. അതാണ് നിങ്ങൾ ക്യാമറയാവട്ടെ. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്കതിനെ ബഹുമാനിക്കാം. നിങ്ങളുടെ ഞാനതിന് ഇന്നാൾ വേറൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്, നിങ്ങളുടെ ചെരുപ്പുകൾ പോലും ഞാൻ പറയാറുണ്ട്. നിങ്ങളൊരു പള്ളിക്ക് പോയി കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ മണത്തറ പള്ളിക്ക് അന്ന് പോയി കഴിഞ്ഞാൽ പ്രീമിയറാണ് എന്തോ പാരഗൻ ചെരുപ്പ് എന്ന് പറഞ്ഞൊരു ബാറ്റ ചെരുപ്പ് അതുകൊണ്ടൊരു നീല വാറും നീല അതിന് പള്ളിക്കുളത്തിൽ പോയിട്ട് ഞങ്ങൾ ഉരച്ച് കഴുകിയിട്ട് ഷൈന് വരുത്തും. എന്നിട്ട് പക്ഷേ എന്നിരുന്നാലും 10-ാം നമ്പർ ചെരുപ്പ് 10 എണ്ണം ഉണ്ടെങ്കിൽ എൻ്റെ ചെരുപ്പ് എൻ്റെ കാലിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഇത് എൻ്റെ ചെരുപ്പാണ്. എന്താണെന്നറിയോ? അത് എന്നോട് എൻ്റെ നടത്തത്തിനനുസരിച്ച് ആ ചെരുപ്പ് ചെരിഞ്ഞിട്ടുണ്ടാവാം. എൻ്റെ കാലിനനുസരിച്ചിട്ട് വലിപ്പത്തിനനുസരിച്ചിട്ട് ആ വള്ളി ലേശം ലൂസോ എന്തെങ്കിലും കാലുമ്മ കണ്ണ് ചുമ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് എൻ്റേതാണെന്നുള്ളത്. അത് മനസ്സിലാക്കാനുള്ള പ്രണയം ആ സാധനത്തോട് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. അതിന് നിങ്ങൾ വലിയൊരു ഡോക്ടറേറ്റോ അല്ലെങ്കിൽ ഒന്നും വേണമെന്നില്ല. എക്സ്പീരിയൻസ് ആണ് ദ ബെസ്റ്റ് നോളജ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, വീണ്ടും 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 തേടിക്കൊണ്ടിരിക്കുക. നെക്സ്റ്റ് ആ ചോദ്യം മാർക്ക് നിങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പെർഫ്യൂമർ ആവാം, എല്ലാവർക്കും ആർട്ടിസ്റ്റ് ആവാം. പക്ഷേ എല്ലാത്തിനും പ്രണയിക്കുക. ചെയ്യുന്ന പ്രവൃത്തിനോട് പ്രണയങ്ങളുണ്ടെങ്കിൽ മോഡലിംഗ് വേണം. ഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ പ്രണയിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വിൽ ബി വൺ ഡേ യു വിൽ ബി. പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പ്രണയിച്ചല്ലോ. അത് എൻ്റെ അടുത്ത് തമാശ പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എൻ്റെ കടയിൽ വന്നിട്ട് അബുദാബിയിൽ നിന്ന് വന്നൊരു കസ്റ്റമറാണ്. അവൻ വന്നിട്ട് കടയുടെ 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്നോട് ചോദിക്കണം, നിങ്ങളല്ലേ പറഞ്ഞ ആളെ കണ്ടു കഴിഞ്ഞാൽ പെർഫ്യൂം ഉണ്ടാക്കി തരും ആളെ ക്യാരക്ടർ അനുസരിച്ചിട്ട്. ആൾ ചോദിച്ച ചോദ്യമാണത്. അങ്ങനല്ല. അയാൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അയാൾക്ക് എന്താ വേണ്ടിയത്, അയാളുടെ ടേസ്റ്റ് എന്താണ്, അയാളുടെ ക്യാരക്ടർ എന്താണെന്നൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ. അതേപോലെ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മളൊരാളായിട്ട് ഇടപഴകി കഴിഞ്ഞാലാണ്, എന്തിനായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ നമുക്കതിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരാളെ കണ്ടുകൊണ്ടെങ്കിൽ നമുക്ക് പറയാനൊന്നും നമുക്ക് പറ്റില്ല എന്നുള്ളത്. അത് അങ്ങനെ കൺസെപ്റ്റ് ഉണ്ടാവരുത്. അതന്നെയാണ് ഈ ശരിക്കും പെർഫ്യൂമറിന് വേണ്ടിയത് ഒബ്സർവേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എപ്പോഴും പുതിയ മണങ്ങൾ, ഗന്ധങ്ങൾ. ഓരോ മനുഷ്യരും ഓരോ മണത്തിനും ഓരോ ഇമോഷനായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ചിലപ്പോൾ കുട്ടിക്കാലത്തെ ഒരു മണം, എനിക്ക് മഴയുടെ ഈ മണ്ണിൽ ആദ്യമായിട്ട് പെയ്യുന്ന മഴയുടെ മണം ഉണ്ടല്ലോ, ആ മണം ഇങ്ങനെ മൂക്കിലിങ്ങനെ വല്ലാതെ ഓരോ പ്രാവശ്യം മഴ പെയ്യുന്നതിന് മുന്നേ ആ മണം എനിക്ക് വരാറുണ്ട്. ആ മണം നമുക്ക് കിട്ടും. അപ്പോൾ യൂസഫ് ഖായുടെ അടുത്ത് എന്താണ് ആദ്യം കൂടുതൽ ആൾക്കാരും വന്ന് ചോദിക്കാറ്, ഏത് മണം പുനഃസൃഷ്ടിക്കാനാണ്? യൂസഫ് ഖാ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും എന്നറിയാം. ഏത് മണവും മണത്തെ പറിച്ച് ഇപ്പം എന്നോട് ചോദിക്കുക എനിക്ക് ഇഷ്ടപ്പെട്ട മണം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും വരാറ്. എനിക്ക് ബെസ്റ്റ് ഒരു മണം വേണം, അല്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് പോവാണ്, എനിക്ക് കല്യാണത്തിന് വേണ്ടിയിട്ടൊരു മണം വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഗേൾ ഫ്രണ്ടിന് മീൻ, അങ്ങനെയുള്ള മണങ്ങൾ ചോദിച്ചു. പക്ഷേ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്കറിയില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മണ്ണിൻ്റെ മണം ഇതൊക്കെ ആണെങ്കിലും കൂടെ ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മണങ്ങളും ആ ചോദ്യം ഞാൻ നിങ്ങളോട് പോലും ചോദിച്ചിട്ട് ഞാൻ തുടങ്ങുകയാണ്. കാരണം ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള മണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ ഇതാണ്. പ്രിയപ്പെട്ടവരുടെയും നമ്മളെ വേണ്ടപ്പെട്ടവരുടെ മണങ്ങളാണ് ഏറ്റവും വിലപിടിപ്പുള്ള മണം. ഒരുപക്ഷെ അതിൻ്റെ ആ പെർഫ്യൂമിൻ്റെ വാല്യൂ 10 രൂപയായിരിക്കും. ഫോർ എക്സാമ്പിൾ ചാർലിയോ അല്ലെങ്കിൽ ബ്രൂട്ട് എന്ന 30-35 റുപ്യയുടെ പെർഫ്യൂം എന്നെ സംബന്ധിച്ച് വില പിടിപ്പിക്കുക. എൻ്റെ ഉപ്പാടെ മണം അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ചിലവർക്ക് ആ മണം ചിലപ്പോൾ പെർഫ്യൂം ബ്രൂട്ടിൻ്റെ മണം ഒരുപക്ഷെ ആ ബോട്ടിലാവണമെന്നില്ല. അവർ തേടിയിട്ട് ചിലപ്പോൾ ഒരു തോല എന്ന് പറഞ്ഞാൽ 12 ml അറബി സ്റ്റൈലിൽ പറയുമ്പോൾ ആ 12 ml ബോട്ടിൽ ട്രാവൽ ചെയ്തിട്ട് ജപ്പാനിൽ നിന്ന് ഒരു പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതേമാതിരി വന്ന് താമസിച്ചിരുന്നത് നമ്മളുടെ ബുർജുൽ അറബിലാണ്. പക്ഷേ
പെർഫ്യൂമിൻ്റെ ഒരു ഇത്ര മോണത്തെ ബോട്ടിൽ, പക്ഷെ ആ മണം കിട്ടണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവർ തേടി നടക്കുന്ന അവരിഷ്ടപ്പെട്ട മണമാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള മണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് മനസ്സിലായി. പ്രിയപ്പെട്ടവരുടെയും അവർക്ക് ഇഷ്ടപ്പെട്ട മണങ്ങൾ. ഊതിൻ്റെ മണം ഒരു തോലയ്ക്ക് ചിലപ്പോൾ നമ്മുടെ ഇന്ത്യൻ ചിലപ്പോൾ 50,000 ദിർഹംസ് വിലയുള്ള പെർഫ്യൂമുകളുണ്ട് ഒരു തോല 12 ml. പക്ഷേ അതൊരു പക്ഷേ ആ സംസ്കാരമായിട്ട് ചേരാത്തവർക്ക് ആ മണം ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളുടെ സംസ്കാരങ്ങളും നമ്മുടെ നാടുകളും നമ്മളതിനോട് കണക്റ്റഡ് ചെയ്തിട്ടുണ്ട് ഓരോ മണങ്ങളും. സത്യമാണ്. അത് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. ഏറ്റവും പ്യൂർ ഊത് പക്ഷേ നമ്മുടെ മറ്റുള്ള ഏഷ്യൻ മീൻസ് ഇന്ത്യൻ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ ചിലപ്പോൾ അതിന് വേറെ പേര് പറയാൻ, ഞാനത് സുഗന്ധമായിട്ട് പറയുന്ന ആൾക്ക് ഒരിക്കലും പറയാൻ പാടില്ല. എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ചിലർ പറയും ചകിരി ചീഞ്ഞ മണം എന്നൊക്കെ പറയും. പക്ഷേ ഊതിൻ്റെ മണമാണത്. ഒരു പക്ഷേ കവികൾ പറയാറ് ആ മരത്തിൻ്റെ സുഗന്ധമായ കണ്ണുനീരാണ്. ഫംഗസ് വന്നിട്ട് ആ ഭാഗം കേട് വന്ന ഭാഗത്ത് ഉണ്ടാവുന്ന മണമാണ് ഊതിൻ്റെ. അല്ലാണ്ട് ഒരിക്കലും ആ ടോട്ടൽ മരം ഊതിൻ്റെ മരം എന്ന് പറഞ്ഞിട്ട് ഇന്ന് കച്ചവടക്കാർ പല മരത്തിൽ ആ ഫംഗസ് വന്ന ഭാഗത്ത് മാത്രമേ ആ മണം ഉണ്ടാവുള്ളൂ. അതാണ് ആ മരത്തിൻ്റെ കണ്ണുനീരാണ് ആ മണം. അപ്പോൾ അതേമാതിരി ഞാൻ പറഞ്ഞില്ല, ചില മണങ്ങൾ ഉണ്ടാവുന്നത് 1000 പനിനീർ പൂക്കളിൽ നിന്നാണ് എത്ര ഡ്രോപ്സ് കിട്ടുള്ളൂ. ഇപ്പോൾ ലോകത്ത് വേറെ ഞാൻ ബ്ലാക്ക് അഫഗാനോ എന്നൊരു പെർഫ്യൂമുണ്ട്. അത് നമ്മളുടെ ഇന്ന് ഏറ്റവും കൂടുതൽ പോകുന്ന മണങ്ങളിൽ പെട്ടാണ് സ്മോക്കി ലെതറി മണങ്ങൾ. ഈ സ്മോക്കി എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പക്ഷേ നമ്മളെ നിക്കോട്ടിൻ ബേസിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഒരു വർഷത്തിലുണ്ടാകുന്ന അതിൽ നിന്ന് ഇത്രയും ഡ്രോപ്സ് കിട്ടുന്നത്. അതിൻ്റെ മണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് വില വിധിക്കുന്നത്. അത് ആ മണങ്ങൾ ഒരു പക്ഷേ എന്തുകൊണ്ടാണോ ഒരു പെർഫ്യൂമിൻ്റെ വാല്യൂ കൂടുന്നതെന്നറിയോ? ഇല്ലായ്മ ഉണ്ടാകുമ്പോഴാണ് ആ മണത്തിന് വാല്യൂ ഉണ്ടാകുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് തമാശ രൂപത്തിൽ ഞാൻ അതിനൊരു നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 15 കൊല്ലോ 16 കൊല്ലം ഉണ്ടാകുമ്പോഴാണ് നീലക്കുറിഞ്ഞി ഉണ്ടാകുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതിനൊരു മണമുണ്ടെങ്കിൽ അത്ര വർഷം നമ്മൾ കാത്തിരിക്കണം ആ മണം ഉണ്ടാവണത്. അതേപോലെ ചില മണങ്ങൾ ഒരു നല്ലൊരു ഊതുണ്ടാവണമെങ്കിൽ കുറച്ച് കാലങ്ങൾ വലുതായിട്ട് ഫംഗസ് വന്നിട്ട് കേട് വന്നു കഴിഞ്ഞാലോ ആ മണങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ വരുമ്പോഴാണ് ഈ മണങ്ങൾക്ക് യഥേഷ്ടം കിട്ടുന്നതൊക്കെ വില കുറഞ്ഞതും വളരെ കുറവായിട്ടുണ്ടാകുന്ന വില കൂടുതലുണ്ടാണ്. അതുതന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അറബ് സംസ്കാരത്തിൽ സുഗന്ധത്തിന് വലിയൊരു പങ്കുണ്ടല്ലോ അല്ലേ? 2 കാര്യമാണ് അത്. ഒന്ന്, ഇസ്ലാമിക കൾച്ചർ വെച്ച് നോക്കുമ്പോൾ സുന്നത്തുർ റസൂൽ എന്ന് പറയും. നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഗുണമുള്ളതും ഉപയോഗിച്ചില്ലെങ്കിൽ തെറ്റല്ലാത്തതും ആയ ഒരു സംഭവമാണ് സുഗന്ധം. അതായത് നിങ്ങളുടെ കയ്യിലൊരു 100 ദിർഹംസ് ഉണ്ടെങ്കിൽ 25 ദിർഹംസ് നിങ്ങൾക്ക് സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കാം. അനുവദീയമാണ് ഇസ്ലാമികമായിട്ട്. സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വരുമ്പോഴാണ് ചോദ്യം, എന്താണ് സുഗന്ധം? ഞാൻ പറയും ഒരിക്കലും സ്പ്രേ ആണോ അത്തറാണോ? അല്ല. നിങ്ങൾ ചെയ്യുന്ന ഡ്രസ്സ്, നിങ്ങൾ ചെയ്യുന്ന വൃത്തി, നിങ്ങൾ ചെയ്യുന്ന പുഞ്ചിരി, നിങ്ങൾ ചെയ്യുന്ന ഇതൊക്കെ കൂടെ അതിൻ്റെ കൂടെയാണ് ഉണ്ടാവുന്നതാണ് നിങ്ങൾ പെർഫ്യൂം. അതാണ് സുഗന്ധം. അപ്പോൾ നിങ്ങളുടെ 25% ഉപയോഗിക്കുന്നതോട് യാതൊരു തെറ്റില്ല. നിങ്ങളുടെ വൃത്തികൾക്കും നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ നല്ല മണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല പെർഫ്യൂം അതിൻ്റെ കൂടെ പോസിറ്റീവ് എനർജി തരും. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളതും ഏറ്റവും കനം കുറഞ്ഞൊരു സംഭവം എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയാൻ പറ്റുമോ? ഗന്ധം. 10,000-കണക്കിന് പെർഫ്യൂമുള്ള ഒരു മണം ഞാൻ ഇവിടെ തേച്ചിട്ട് 10,000-കണക്കിന് ഒരു വെയിറ്റും ഇല്ല എൻ്റെ ശരീരത്തിൽ എന്നോട് ചേർന്നിട്ട് നിൽക്കുന്ന. അപ്പോൾ അത് ലോകത്തെ ഏറ്റവും നിങ്ങളേറ്റവും വില കൂടിയ സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗന്ധമാണ്. ലോകത്ത് ഏറ്റവും നിങ്ങളുടെ കൂടെ കനം കുറഞ്ഞൊരു സംഭവം, കനം കൂടിയതും വില കൂടിയ സാധനം ഉണ്ടെങ്കിൽ ഗന്ധം മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞു വരുമ്പോൾ ഞാൻ വീണ്ടും പറയും, നമ്മൾ വേണ്ടപ്പെട്ടവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ള നിങ്ങളുടെ ഭർത്താവാം, അച്ഛനാവാം, അമ്മയാവാം, അവരുടെ മണമാണ് നിങ്ങളുടെ യഥാർത്ഥ വിലപിടിപ്പുള്ള മണം. അങ്ങനെ ആളുകൾ യൂസുഫായിട്ട് അടുത്തേക്ക് വന്നിട്ടില്ലേ, ഇന്ന മണം എനിക്ക് ഉണ്ടാക്കി തരൂ, എൻ്റെ ഭർത്താവിൻ്റെ മരിച്ചുപോയ ഭർത്താവിൻ്റെ. ചിലപ്പോൾ യൂസുഫായിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, അവർ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് യൂസുഫായിക്ക് കൊണ്ട് തരും, എന്നിട്ട് ആ മണം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് തരുമോ എന്നൊക്കെ. എൻ്റെ അടുത്ത് ഒരുപാട്
പക്ഷേ ഞാൻ അതിനേക്കാൾ മുമ്പ് ഇന്നിപ്പോൾ ഗോഡ് പ്രോമിസ് വല്ലാതെ തന്നെ ഇന്ന് ഞാൻ വരുമ്പോൾ ഒരു ആളുടെ കയ്യിൽ അയാളുടെ ആരാണെന്ന് എനിക്കറിയില്ല, വേണ്ടപ്പെട്ട ഒരു ആണിൻ്റെ ആണ് ഡ്രസ്സ് എൻ്റെ അടുത്ത് 4-5 ഒരാഴ്ച ആയിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അയാൾക്ക് ആ പെർഫ്യൂം, അയാളുടെ മണം ഞാൻ ഇന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് അയാൾ കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ വരുന്നത്. കാരണം ഞാനത് ചിലപ്പോൾ ആൾക്കാർ പറയും ഇയാൾ താങ്ങണമെന്ന് പറയേണ്ടത് പറയട്ടെ, എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ മണം ഇന്ന് റീക്രിയേറ്റ് എത്ര ദിവസം എടുക്കും ഒരു ശരാശരി അങ്ങനെ ഒരു? അത് നമുക്ക് ചില സമയങ്ങളിൽ അതേ സമയങ്ങളിൽ ഉണ്ടാക്കും. ചില സമയങ്ങളിൽ ഒരു ദിവസം, ചില ദിവസങ്ങൾ ചില മണങ്ങൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ത് ചേരാം. ഇതിൻ്റെയൊക്കെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ മാത്രമായിട്ട് എനിക്കിത് സക്സസ് ആവാൻ പറ്റില്ല. എൻ്റെ കൂടെ എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ മക്കളുണ്ട്, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ എല്ലാവരും അവർ സഹോദര സംഘങ്ങളെ ഞാൻ പറയാറ്. കാരണം ഞാൻ എൻ്റെ കടയിൽ കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ അവരെ ആദ്യമായിട്ട് സലാം ചെയ്യുന്ന ഹഗ്ഗ് ചെയ്തിട്ടാണ് ഞാൻ അവരെ സലാം ചെയ്യുക. ഞങ്ങൾ എല്ലാ കടയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ പോലും അവർ ജോലി കഴിഞ്ഞ് പോയി ഹഗ്ഗ് ചെയ്തിട്ടാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എനിക്ക് ഞാനെന്ന ഭാവം ഉണ്ടാവാതിരിക്കണം ഒരിക്കലും. ഒരു പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു മണം എൻ്റെ കൂടുള്ള, ഇപ്പോൾ ശാലിനിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യണം, നീ പറയും യൂസുഫ്ക്ക ഇതിൽ ഈ മണം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നല്ലൊരു കേൾവി, ആ ശരിയാണല്ലോ ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പോഴൊക്കെ ചിലപ്പോൾ 2 ദിവസം 3 ദിവസം 4 ദിവസമൊക്കെ പിടിക്കും കിട്ടാത്ത മണങ്ങൾ. നമ്മുടെ ഇപ്പം ഞാൻ ചില സമയങ്ങളിലേക്കും എൻ്റെ മൊബൈൽ എവിടെയെന്നുള്ളത് ചിലപ്പോൾ എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് പോലും തിരയുമ്പോൾ മോൾ പറഞ്ഞു തരും, എൻ്റെ അടുത്ത് മൊബൈൽ ഇതേ ഇരിക്കണമെന്ന് നിനക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കാണാത്തത് ഒരു പക്ഷേ അത് നോളജല്ല, പറഞ്ഞു മനസ്സിലായ, അത് കാഴ്ചപ്പാടാണ്. നിങ്ങളുടെ ഇപ്പം എൻ്റെ പിന്നിൽ എന്തുണ്ടെന്നുള്ളത് നിനക്കാണ് എന്നേക്കാൾ കൂടുതൽ കാണാൻ പറ്റുക. നിൻ്റെ പിന്നിൽ എന്തുണ്ടെന്ന് അത് നമ്മൾ കേൾക്കണം. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരാൾ പറയുമ്പോൾ അയാൾക്ക് തോന്നിയത് ഞാൻ പറഞ്ഞ് ഉൾക്കൊള്ളാൻ പഠിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവരും സക്സസ് ഉണ്ടാവും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്നല്ല, ഒരുപാട് മരിച്ചുപോയവരുടെ ഗന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ അവരുടെ ഇപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ മരിച്ചുപോയവരുടെ മണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ പൈസ, ഇപ്പോൾ ആ പൈസ എന്നോട് ചോദിച്ചു എത്ര രൂപയാണ് എന്നോട് ചോദിച്ചപ്പോൾ ഇയാൾക്ക് വേണ്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിന് ഞാൻ പൈസ മേടിക്കാറില്ല. ഒരാളുടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അച്ഛനാവട്ടെ ഭർത്താവട്ടെ സഹോദരനായിട്ട് അയാളുടെ മണങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ പൈസ മേടിക്കാമെന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് എൻ്റെ വിടക്ക് മണമായി മാറും. അത് എൻ്റെ ഗന്ധങ്ങളിൽ പെട്ടതാണ്. അവർക്ക് അവരുടെ ആ ഉപ്പാനെയോ അല്ലെങ്കിൽ ഉമ്മാനെയോ അല്ലെങ്കിൽ അവരെ റീക്രിയേറ്റ് ഒരു മെമ്മറി കൊണ്ടുവരാൻ ഞാൻ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം മറ്റുള്ളവരിൽ വ്യത്യസ്തനായിട്ട് യൂസുഫായി പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ നടന്നു പോകുന്നത്. അൽഹംദുലില്ലാ, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പടച്ചവനോട് ദൈവത്തോട് നന്ദി പറയുന്നതിന്. യൂസുഫ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല മണം, ഏറ്റവും നല്ല മനുഷ്യത്വം കാഴ്ചവെക്കുന്ന മനുഷ്യർക്ക് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് പഠിക്കാമെന്നുണ്ടെങ്കിൽ മനസ്സ് ഓപ്പണാക്കിയിട്ട് നിങ്ങൾ എത്രമാത്രം ഇടുങ്ങി ചിന്തിക്കും തോറും നിങ്ങളുടെ അറിവുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള മനസ്സ് വലുതാക്കുക. ഏറ്റവും ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയത് സുഗന്ധദ്രവ്യങ്ങൾ നന്നായി ഉപയോഗിക്കുന്നവൻ്റെ മനസ്സ് വളരെ ശുദ്ധമുള്ളവനായിരിക്കും. കാരണം ക്ലീൻ ഫ്രഷ് നന്നായി പെരുമാറുക, നന്നായി പുഞ്ചിരിക്കാൻ പഠിക്കുക. ഏറ്റവും നല്ല സുഗന്ധങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും പറയുന്നത് എവിടെ നിൽക്കുന്നത് അവൻ്റെ പെരുമാറ്റ രീതിയാണ്. സുഗന്ധമുണ്ടാക്കുന്നവൻ ഇപ്പം നിങ്ങളൊരു ഡോക്ടറാവാം അല്ലെങ്കിൽ നിങ്ങളൊരു RJ ആവാം, നിങ്ങളെപ്പോഴും നല്ല ചോദ്യങ്ങൾ കാണുമ്പോൾ അതിങ്ങനെ നിങ്ങളുടെ മനസ്സിൽ കൊളത്തിയിടും. ഞാൻ ഏറ്റവും നല്ല സുഗന്ധമുണ്ടാക്കുന്നവനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പെരുമാറ്റ രീതിയാണ്. അപ്പോൾ നിങ്ങളേറ്റ് എങ്ങനെ പെരുമാറാൻ പഠിക്കണം, അവരേറ്റ് വാക്കുകൾക്ക് വാല്യൂകൾ ഉണ്ടാവുക, ഡ്രസ്സിങ്ങിൽ സുഗന്ധങ്ങൾ ഉണ്ടാവുക, പെരുമാറ്റ രീതിയിൽ സുഗന്ധങ്ങൾ ഉണ്ടാവുക, വ്യക്തിത്വങ്ങൾ സുഗന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു പെർഫ്യൂമർ ആവാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ള ഫിറ്റ്നസ് മന്ത്ര എന്നുള്ള നിലയ്ക്ക്? ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം നിങ്ങൾ പോയിട്ട് ജിമ്മിന് പോയിട്ട് വെയിറ്റ് അടിക്കുന്നതോ അതല്ല ഫിറ്റ്നസ്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഏത് കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്തിരുന്നു അതൊന്നും നിർത്താതെ കണ്ടിന്യൂ ചെയ്യുക. സൈക്ലിംഗ് ആവട്ടെ, നടത്തമാവട്ടെ, ഓട്ടമാവട്ടെ, എല്ലാം അതേമാതിരി കൊണ്ട് നടക്കാമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ മടിയന്മാരാവാതെ ഇരിക്കാതെ എന്തൊക്കെ പഴയ കാലത്തെ ഫിറ്റ്നസ് ഇന്ന് ആർക്കാണ് ഉള്ളത്?
ഒരു പക്ഷേ ഞാൻ നിങ്ങളിൽ ഇതേ പറഞ്ഞ പെർഫ്യൂമർ എന്ന മാതിരി ഫിറ്റ്നസ്സിൽ വ്യത്യസ്തനാവുന്നത് ഞാൻ എന്ന് തലകുത്തി മറിഞ്ഞിരുന്നോ, ഞാൻ എന്ന് സമ്മർ സൗട്ട് മറിയാം കളത്തിൽ ചാടുന്നതോ അതൊന്നും ഞാൻ നിർത്തിയിട്ടില്ല. 100 മീറ്റർ ഓടുന്നതും പോൾ വാൾട്ട്, ഇന്നത്തെ കുട്ടികൾ പോൾ വാൾട്ട്, ജാവലിൻ ത്രോ, ഇതൊന്നും നിർത്താത്തത്തോളം കാലം അതൊക്കെ ഫിറ്റ്നസ്സിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തികളും നിർത്താതിരിക്കുക, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്തുണ്ടെങ്കിലും നിങ്ങളുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് നിങ്ങളെല്ലാത്തിനും സഹായിക്കുക എന്നുള്ളതാണ്. എല്ലാ ഇതിൻ്റെ മുമ്പിലും നിങ്ങൾ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം, നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പഠിക്കാം, നിങ്ങൾക്ക് തോൽവികൾ ഉൾക്കൊള്ളാൻ പഠിക്കുക, വിജയങ്ങൾ ഉൾക്കൊള്ളാൻ പഠിക്കുക. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഫിറ്റ്നസ് ഉണ്ടാവുക, അത് ഏത് തരം ഫിറ്റ്നസ്, നിങ്ങൾ ജിമ്മിന് പോകണമെന്നില്ല, നടക്കാം, ഇരിക്കാം, നീന്താം, കോണിപ്പടി കയറാം, അതൊക്കെ തന്നെയാണ് ഫിറ്റ്നസ്. ഈ ഇരിക്കുന്ന ബെഞ്ചിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് 5 പ്രാവശ്യം 6 പ്രാവശ്യം നിങ്ങളുടെ കാലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം. നിങ്ങൾക്ക് കിടക്കുമ്പോൾ തന്നെ കാല് പൊക്കി ഇറക്കാം, അത് തന്നെയാണ് ഫിറ്റ്നസ്. അത് നിർബന്ധമായിട്ട് ചെയ്യുക. ഗന്ധത്തിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ശരീര സൗന്ദര്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. മോഡലാവാം, ആർട്ടിസ്റ്റ് ആവാം, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഹൂ ഇസ് ഷീസ്, ഹൂ ഇസ് ഹീസ് ഡിഫറെൻറ്റ് ലുക്കിംഗ്. അതുതന്നെയാണ് അയാളുടെ സൗന്ദര്യം. ഈ പോസിറ്റീവ് വൈബ്സ് ഇനിയും പടർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ദുബായിൽ മാത്രമല്ല കേരളത്തിലും എല്ലാവരും ഫിറ്റ്നസ്സൊക്കെ ഒരു ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. സുഗന്ധങ്ങൾ പരക്കട്ടെ, എല്ലാവരിലും നല്ല നല്ല മണങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവരും ആർക്കും പ്രയത്നിച്ചാൽ ബ്രാൻഡാവാം എന്നുള്ള കൺസെപ്റ്റ്, അതിന് നിങ്ങളുടെ ഈ എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വേണ്ടി പ്രയത്നിക്കും. ഇൻഷാ അല്ലാഹ് ദൈവം സഹായിക്കട്ടെ. നിങ്ങളും അതേപോലെ ഉയർച്ചകളിലെത്തട്ടെ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അർപ്പണബോധം ഉണ്ടെങ്കിൽ നിങ്ങളിലൂടെ ഒരുപാട് ജനങ്ങൾ നിങ്ങളുടെ നല്ല സ്വീറ്റ് വോയിസിലൂടെയും ഈ കാണുന്ന നല്ല നല്ല കളർഫുൾ മീഡിയയിലൂടെ ഉണ്ടാവട്ടെ എന്ന് പടച്ച തമ്പുരാനോട് ഞാൻ ദുആ ചെയ്യുന്നു. എല്ലാവർക്കും നല്ല ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും നല്ലതേ ഭവിക്കും. താങ്ക് യു സോ മച്ച്. ബൈ. പുതിയ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാം. ഡീറ്റെയിലിനൊപ്പം തുടരുക. ഡീറ്റെയിൽ സ്റ്റോറീസ് ഇൻ ഡെപ്ത് തുടരും.